സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുമ്മായം എങ്ങനെ മണ്ണിൽ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ചേർത്ത് കൊടുക്കാം, അതുകൂടാതെ കുമ്മായം കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലുമുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പുളിപ്പ് കൂടുതലാണ്. പുളിപ്പ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത്, അതായത് പച്ചക്കറി ചെടികളായാലും ദീർഘകാല വിളകളായാലും ഫലവൃക്ഷ തൈകളായാലും പൂച്ചെടികളായാലും നമ്മൾ മണ്ണിൽ നട്ടുകൊടുക്കുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മളെല്ലാം നട്ടുപിടിപ്പിക്കുന്നത്. തുടർച്ചയായ മഴയും നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പിന് കാരണമാകുന്നുണ്ട്. ഗ്രോ ബാഗിൽ പച്ചക്കറി തൈകൾ നടുന്ന സമയത്ത് ഏത് രീതിയിലാണ് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൽ കുമ്മായം ചേർത്തിട്ട് 15 ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇതിൽ അടിവളങ്ങൾ ചേർത്ത് കൊടുക്കുവാനായിട്ട് പാടുള്ളൂ. വളങ്ങൾ ഇട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ചെടി നട്ട് പിടിപ്പിക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 1 സ്പൂൺ ഇത്ര മാത്രം മതി കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിലോട്ടുള്ളൊരു അളവാണ് ഞാനിവിടെ കാണിച്ചത്. നനവുള്ള മണ്ണിൽ വേണം കുമ്മായം ചേർത്ത് കൊടുക്കുവാനായിട്ട്. ഒരു ഗ്രോ ബാഗിലെ മണ്ണിലേക്കുള്ള അളവാണ് 1 സ്പൂൺ. നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഇത് ഇനി ഒരു 15 ദിവസം വെക്കണം. അങ്ങനെയുള്ള അവസരത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് ഈ മണ്ണിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. മഴ പെയ്യുകയാണെങ്കിൽ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മഴ ഇല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം നനയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. കുമ്മായം ഇട്ട് 15 ദിവസത്തിന് ശേഷം അടിവളങ്ങളായ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് വീണ്ടും നനച്ചിട്ട് ഒരു 5 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ചെടികളുടെ വേരുവളർച്ചയും അതുപോലെ രോഗപ്രതിരോധ ശേഷിയോട് കൂടിയും കരുത്തോടു കൂടിയും ചെടി വളർന്നു വരികയുള്ളൂ. അല്ലാത്ത പക്ഷം ചെടി മുരടിച്ചു പോകും. ഇതുപോലെ തക്കാളിച്ചെടി പൂത്തു നിൽക്കുന്ന സമയത്തും നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്ന സമയത്തും നമ്മൾ 15 ദിവസത്തിലൊരിക്കൽ 1 സ്പൂൺ കുമ്മായം തക്കാളിച്ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്കത് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. വഴുതന വർഗ ചെടികളായ മുളക്, തക്കാളി, വഴുതന ഇവയിലൊക്കെ കാൽസ്യത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ കുമ്മായം കൂടിയാലും പ്രശ്നമാണ്. 1 സ്പൂൺ കുമ്മായം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1 സ്പൂൺ കുമ്മായം 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയതിന് ശേഷം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ചതിനു ശേഷം നമുക്ക് തക്കാളിയുടെയും വഴുതനയുടെയും മുളകിൻ്റെയും ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ കിട്ടി മണ്ണൊക്കെ നല്ല പോലെ നനഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുമ്മായം ഓരോ ഗ്രോ ബാഗിലും ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തണ്ടിനോടൊന്നും മുട്ടാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ വെള്ളത്തിൽ കലക്കുന്നില്ലെങ്കിൽ 1 സ്പൂൺ ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ വളത്തിൻ്റെ കൂടെ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. വളം ഇടുന്നതിന് ഒരു 15 ദിവസം മുമ്പെങ്കിലും കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുമ്മായം ഇല്ലെങ്കിൽ നമുക്ക് ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റും. തണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേണം കുമ്മായം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തക്കാളി ചെടിക്കും വഴുതനക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം ജൈവ വളങ്ങളും കൂടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ
പച്ചക്കറി ചെടികളായാലും പൂച്ചെടികളായാലും ഒക്കെ വളർന്നു വരുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ നനച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ ആദ്യഘട്ട വിളവെടുപ്പിന് ശേഷം ഒരു മുരടിപ്പ് വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതാക്കുവാൻ വേണ്ടി നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ 15 ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നല്ലതുപോലെ തളിർത്ത് പൂക്കളും കായ്കളും വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും. നല്ല വിളവൊക്കെ കിട്ടണമെങ്കിൽ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റി കുമ്മായം ചേർക്കുന്നതിലൂടെ ലഭ്യമാകും. അപ്പോൾ എല്ലാവരും കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ വേണം ചെടികൾ നട്ട് പിടിപ്പിക്കാനായിട്ട്. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം തന്നെ ഉണ്ടാക്കി എടുക്കാം. അതിൽ നിന്ന് നമുക്ക് വേണ്ട പച്ചക്കറികൾ വിളവെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഒരു കുഞ്ഞു വാഴത്തയുണ്ട് കേട്ടോ, അതിനും കൂടി കുമ്മായം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മണ്ണൊക്കെ നല്ലതുപോലെ കുത്തി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു പിടിയോളം കുമ്മായമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 250 ഗ്രാമോളം ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണ് ഇളക്കിയതിന് ശേഷം നനച്ചു കൊടുക്കുക. അപ്പോൾ മഴ ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഞാൻ നനച്ചു കൊടുക്കുന്നില്ല. മഴ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും നനച്ചു കൊടുക്കണം. ഇതുപോലെ എല്ലാ വാഴത്തൈകൾക്കും ഓരോ പിടിയോളം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരും. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്ത് നല്ല പോലെ മണ്ണ് കൂട്ടി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വാഴത്തൈ വളർന്നു വരുന്നതാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. മണ്ണിൽ നിന്നുള്ള കീടശല്യത്തിനൊക്കെ ഇത് നല്ലതാണ്. മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. അടുത്ത ആഴ്ച ജൈവവളവും ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രം ഇത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും വിത്ത് പാകാനും തൈകൾ നട്ട് പിടിപ്പിക്കുവാനൊക്കെ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.